വാർത്തകൾ വിശദമായിട്ട് തന്നെ നോക്കാം. ആലപ്പുഴ മാവേലിക്കരയിൽ തെരുവുനായ ആക്രമണം. പല സമയങ്ങളിലായി 50-ലധികം പേരെ തെരുവുനായ കടിച്ചു. ഒരു നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നായയെ പിടികൂടാൻ ശ്രമം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദേവൻ MP ആണ് ചേരുന്നത്. ദേവൻ, എല്ലാവരും വളരെ ഭീതിയിൽ തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു തെരുവുനായ ശല്യം. കടിച്ച ആളുകളുടെയൊക്കെ ഒരു ആരോഗ്യനില എങ്ങനെയാണ്? നായയെ പിടികൂടാനുള്ള ശ്രമം ഏത് രീതിയിലാണ്? സ്വാതി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രദേശമാകെ വലിയ ഭീതിയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. കാരണം നായയെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഏകദേശം 50ഓളം പേരെ ഈ നായ ഓടി നടന്ന് കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാവേലിക്കരയിൽ തന്നെ കല്ലുമാല ഭാഗത്തു നിന്നും ആരംഭിച്ച ഈ ഒരു അവിടെ നിന്നും ഈ ആളുകളെ കടിച്ച നായ അവിടെ നിന്നും പിന്നെ മാവേലിക്കരയിൽ തന്നെയുള്ള നടക്കാവ് ഭാഗത്തേക്കാണ് ഈ നായ ഓടി വന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലുണ്ടായിരുന്ന സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നവരും വീടുകളിന്റെ പുറത്തൊക്കെ റോഡിലെ നിന്നവരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്ന റോഡിലുണ്ടായിരുന്ന ആൾക്കാർക്ക് നേരെയാണ് ഈ നായയുടെ ഒരു ആക്രമണം ഉണ്ടായത്. അതിനുശേഷം നായ അവിടെ നിന്നും നടക്കാവ് ഭാഗത്തു നിന്നും വീണ്ടും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കടി കൊണ്ട നാട്ടുകാരെ ഉടൻ തന്നെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്കും എല്ലാം മാറ്റുകയും ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും വാക്സിൻ എടുക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ നായയെ പിടികൂടാൻ കഴിയാത്തത് വലിയൊരു ഭീതി നിലവിലുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് പരാതി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നുള്ള പരാതി നഗരസഭയിൽ നൽകിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ നടപടികളൊന്നും കൈക്കൊണ്ടിരുന്നില്ല. അതിന്റെ ഒരു വലിയ രോഷം ജനങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നായയും ഇന്നുകൊണ്ട് തന്നെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും. സ്വാതി. ശരി ദേവൻ, ആലപ്പുഴ മാവേലിക്കരയിലാണ് തെരുവുനായ ആക്രമണം. പല സമയങ്ങളിലായി 50-ലധികം പേരെ തെരുവുനായ കടിച്ചു. ഒരു നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്.